നാട്ടില് ലോട്ടറി കച്ചവടം വ്യാപകമാണല്ലോ. ഉം. അപ്പോൾ ആ ലോട്ടറി കച്ചവടങ്ങളിൽ തന്നെ ചിലത് ഗവൺമെന്റിന്റെ ലോട്ടറികളുണ്ട്. ആ ലോട്ടറികളിൽ ചിലതൊക്കെ പറയുന്നത് രോഗികൾക്ക് കാരുണ്യ ലോട്ടറി. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് അതിന്റെ പൈസ ഉപയോഗിക്കുന്നത്, കാരുണ്യ ലോട്ടറി പോലെ തന്നെ. അപ്പൊ ആ ഒരു പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു കച്ചവടം എന്ന രീതിയിൽ അതോട് സഹകരിക്കാൻ പറ്റുമോ? ഇസ്ലാം ഒരു കാര്യം ഹറാമാക്കിയാൽ അതിന്റെ അർത്ഥം അത് സതുദ്ദേശം ഉണ്ടായാലും ഹലാലാവൂല എന്നാണ്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അള്ളാഹു നല്ലവനാണ്, നല്ലതല്ലാത്തൊന്നും അള്ളാഹു സ്വീകരിക്കൂല. പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു വഴിയായിട്ട് ലോട്ടറി കാണാൻ പറ്റൂല. കാരണം അത് മൗലികമായിട്ട് തന്നെ ഇസ്ലാം ഹറാമ. ഖുർആൻ വളരെ ഖണ്ഡിതമായി ഹറാമാക്കിയ സംഗതിയാണ്. എന്താ കാരണം? ഒരാളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ ലാഭമാകുന്നത്. എനിക്ക് കണ്ടറിഞ്ഞ്, നിങ്ങളുടെ പ്രയാസം കണ്ടറിഞ്ഞ് നിങ്ങൾക്കൊരു 100 രൂപ ദാനമായി തരുന്നത് പോലെയല്ല ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരാൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. അത് മറ്റുള്ളവർക്ക് സഹായകരാട്ടെ എന്നതിനേക്കാൾ അയാളെ മനസ്സിലുള്ളത് അടുത്ത നറുക്ക് എനിക്ക് കിട്ടണമെന്നാണ്. അല്ലെങ്കിൽ അയാൾ അതിനല്ലല്ലോ നിൽക്കുക, പോയി സഹായിക്കാനാണല്ലോ കൊടുക്കുക. അപ്പൊ മനുഷ്യര് ഈ കാരുണ്യം, ദയ, സഹാനുഭൂതി, പരക്ഷേമ തൽപരത, ഇങ്ങനെയുള്ള കുറെ നന്മകളൊക്കെ ഇല്ലാതാക്കുന്നു. കുറുക്ക് വഴിയിലൂടെ വലിയ സംഖ്യ നേടാനുള്ള വഴികൾ മനുഷ്യൻ ആശ്രയിക്കുന്നു. ക്രയശേഷി ഇല്ലാതാക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ പുറമെ തന്നെ സ്ഥിരമായി ഒരാൾക്ക് അടിക്കാതെ നിൽക്കുമ്പോൾ ഒരാൾക്ക് അടിക്കുന്നതും കാണുമ്പോൾ അയാളോട് ഒരു പകയും വിദ്വേഷമൊക്കെ അതും ഉണ്ടാവും. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിരി. മദ്യത്തിലും ചൂതാട്ടത്തിലൂടെ ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് പരസ്പര ജനങ്ങൾക്കിടയിലെ പകയും വിദ്വേഷമാണെന്ന്. എന്ന് മാത്രമല്ല, ഈ ഖുർആൻ ഇത് നിഷിദ്ധമാക്കുമ്പോ അതിന്റെ സ്വഭാവം തന്നെ അങ്ങനെ. അതായത് അറബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അറബികളെ സംബന്ധിച്ചിടത്തോളം ലളിത ജീവിതത്തിന്റെ ആളുകളാണ്. ഒരാൾക്ക് സ്വന്തമായ വീടുണ്ടാവില്ല. അങ്ങനെ ടെന്റ് പോലെ മക്കയിൽ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കണ. പിന്നെ യാത്രയല്ലേ, ടെന്റ് ഇങ്ങനെ കെട്ടുക, അതിൽ താമസിക്കുക, പിറ്റേന്ന് വേറെ ഒരു സ്ഥലത്ത് പോകും, അവിടെ താമസിക്കുക. ചെറിയ സങ്കല്പങ്ങൾ, വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. ഈത്തപ്പഴവും പച്ചവെള്ളവും, എപ്പോഴെങ്കിലുമൊക്കെ ഒരാടോ ഒട്ടകോ ഒക്കെ അറുത്തിട്ട് അങ്ങനെയുള്ള ഇങ്ങനെ ലളിതമായ ജീവിതം. ഈ ജീവിതം നയിക്കുന്ന ഇവര് ചൂതാട്ടത്തിലൂടെ ഭാഗ്യക്കുറിയിലോ ഇത് അവർക്ക് ഒട്ടകമൊക്കെ നറുക്കടിച്ചാല് അവരെന്താ ചെയ്യുക? അവരത് ഇന്നിപ്പോ ഒരാൾക്ക് നറുക്കടിച്ച ആ പൈസ കൊണ്ട് അയാള് ബാങ്കിൽ ഡെപ്പോസിറ്റും അയാളെ സമ്പത്ത് വർദ്ധിപ്പിക്കാനല്ല ഇവരങ്ങനല്ല ചെയ്യുക. ഒട്ടകം നറുക്കടിച്ച ഒട്ടകത്തറുത്ത് അതിന്റെ മാംസം പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് വിതരണം ചെയ്യുക. അവര് സ്വന്തമായിട്ട് സ്വാർത്ഥമായി ഇതാക്കില്ല. എന്നിട്ട് പോലും അതിനാണ് ഹറാമാക്കി. അതുകൊണ്ട് നല്ല ഉദ്ദേശമാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. കാരണം ഇതിന്റെ നിഷിദ്ധമാകുമ്പോൾ തന്നെ ഇതിന്റെ ആദ്യ കാലത്ത് തന്നെ ഉപേക്ഷിച്ചിരുന്നത്. അപ്പൊ ഇനി കാരുണ്യ ലോട്ടറി അല്ല, ആ വിചാരത്തോടെ അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടെ ആണെങ്കിലും ഇസ്ലാം അത് ഹറാമാക്കി.